ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എവിടെ വരെ എത്തി? എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ? ഇപ്രാവശ്യത്തെ എൻ്റെ ഓണാഘോഷം എൻ്റെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ കുഞ്ഞു മക്കളോടൊപ്പമാണ് തുടങ്ങുന്നത്. ഇന്നു മുതൽ ഓണവിശേഷങ്ങളായിരിക്കും ഒരുപാട് കാണിക്കാനായിട്ട് എനിക്ക് ഉണ്ടാവാം. അപ്പോൾ അംഗനവാടിയിലെ ഓണാഘോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ഇവിടെ പഠിക്കുന്ന കുഞ്ഞു മക്കൾ മാത്രമല്ല കേട്ടോ, അവരുടെ ചേച്ചിമാർ, അവരുടെ കുഞ്ഞു ചേട്ടന്മാരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അവരെ കൂടാതെ കുറച്ച് പ്രായമായിട്ടുള്ള അമ്മൂമ്മമാരും എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്നിവിടെ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നല്ല രസമാണല്ലേ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ. ഇവിടെ പ്രത്യേകിച്ച് സരോജിനി ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. എല്ലാ അമ്മമാരും നല്ല കൃത്യമായിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് അടിപൊളിയാക്കിയിരിക്കുകയാണ് സദ്യയൊക്കെ. നമ്മൾ ഇങ്ങനെ ഫങ്ഷനൊക്കെ അണിഞ്ഞൊരുങ്ങുമ്പോൾ ഭംഗിയൊക്കെ നോക്കൂലേ, അതിനേക്കാളും വലിയ സ്റ്റൈലാണ് ഇവരൊക്കെ കാണിക്കണേ. അവർ എന്തൊരു സ്റ്റൈലാണ് നോക്കി, കുഞ്ഞ് ഷോളൊക്കെ ഇട്ട് അങ്ങോട്ട് കുണുങ്ങി നടക്കണ കാണണം. തന്നെ ഇങ്ങനെ നടക്കേ. അവരവരുടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ടേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിള്ളേർക്ക് ഓണക്കോടിയൊക്കെ ഇട്ടപ്പോഴേ. കുഞ്ഞുമക്കൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചിലരൊക്കെയാണ് സ്വയം വാരി കഴിക്കുന്നുള്ളൂ, ചിലരൊക്കെ അമ്മമാർ വാരി കൊടുക്കുകയാണ് ചെയ്യണേട്ടാ. എന്നാലും എല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം കാണുമ്പോൾ എല്ലാവരും വേണം, പപ്പടം വിളമ്പട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്ന് പറയുന്നുണ്ട് കേട്ടാ. അതുപോലെ പായസമൊക്കെ ഒരു ലേശമാണ് കുടിക്കുന്നത്. പാലടിയാണ് പായസമായിരിക്കുന്നത് ഇവിടെ. സദ്യക്ക് മുൻപായിട്ട് ഭയങ്കര കളിയും ചിരിയും ആവേശമൊക്കെയാണ്. ഇനി സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവരൊക്കെ ഉറങ്ങും കേട്ടോ. അങ്ങനെയാണല്ലോ ഇവരുടെയൊക്കെ ഒരു ശീലം ഇവിടെ. ഇവരെല്ലാവരും ഒത്തുചേർന്നപ്പോൾ നീലയാണ് കളർ കോഡായിട്ട് തോന്നണേ. കൂടുതൽ ആൾക്കാരും നീലയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെയുണ്ടല്ലോ ഇവർ ഈ കഴിക്കുന്നതിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കറികൾ. അധികം എരിവില്ലാന്ന് തോന്നണ തരത്തിലുള്ള കറികൾ ഉണ്ടാവില്ലേ, വെള്ളക്കറി, തൈര്, കാബേജ്, ഇതൊക്കെയാണ് സെലക്ട് ചെയ്ത് ഇവർ കഴിക്കുന്നത്. ഇനി നമുക്ക് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന പൂക്കള മത്സരം കാണാനായിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഓണമാകുമ്പോൾ നമ്മൾ ഓണസദ്യ ഉണ്ട്, അതുപോലെ തന്നെ ഓണപ്പൂക്കളങ്ങളും കൂടി കാണണ്ടേ. അപ്പോൾ ഈ ടൗൺ ഹാളിൽ ഇത്ര നേരം ഇത് അടച്ചു വെച്ചേക്കായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നേ. മണിക്കൂറുകളായി ഇവർ പൂക്കളം ഇടുന്നത്. ഇപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് അവസരം. ഇവരിതേ ഹാളിൻ്റെ വാതിലൊക്കെ തുറന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ജാസ്മിൻ ഇന്ന് ഇവിടെ ഒരു പൂക്കളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ ജാസ്മിനും പാർട്ടിയും ഇട്ട പൂക്കളത്തിനാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത്. അവരിട്ട പൂക്കളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കളത്തിൽ ഒരു യുവതി
ഒരു കയ്യിൽ ചിരാതെ എന്തി നിൽക്കുകയാണ്. യുവതിയാണെങ്കിൽ ധാവണിയാണ് ചുറ്റിയേക്കണത്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് അതൊരു നല്ല അട്രാക്ഷനായിട്ട് തോന്നും. നല്ല മലയാള തനിമയോട് കൂടിയിട്ടുള്ള ഒരു പിക്ചറായിട്ട് നമുക്ക് തോന്നും. ബാക്കിയെല്ലാം പൂക്കളങ്ങളാണ്. അതിൽ കഥകളിയുണ്ട്, ഓട്ടംതുള്ളലിൻ്റെ മുഖങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വഞ്ചി, അങ്ങനെയുള്ള കേരളീയ രൂപങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കോളേജ്, സ്കൂൾ തലങ്ങളിലുള്ള വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരാണ് ഇന്നിവിടെ പൂക്കളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കാണാനായിട്ട് അടിപൊളിയായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് അമ്പിളിയും കൂടിയാണ് പൂക്കളം കാണാനായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ഞങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളെയും അവിടെ വെച്ച് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ. ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പൂക്കള മത്സരമോ അല്ലെങ്കിൽ ഓണക്കളിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പോകും കാണാനായിട്ട്. കോളേജാണെങ്കിൽ അടച്ചു. അപ്പോൾ 10 ദിവസം ഇനി ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ ഈ പൂക്കളങ്ങളൊക്കെ കണ്ടു വളരെ ഭംഗിയായിട്ടൊക്കെ തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അഷ്ടമിച്ചിറ ടൗണിൽ പുലി ഇറങ്ങി എന്നുള്ള ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ഈ പുലികൾ അവിടെ പുലിക്കളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇനി പുലിക്കളി സംഘം ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് അഷ്ടമിച്ചിറ LP സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികളെ പേടിപ്പിക്കാനും രസിപ്പിക്കാനുമായിട്ട് അവരുടെ സ്കൂൾ അങ്കണത്തിലേക്ക് ചെല്ലാണ്. കൊട്ടൊക്കെ കേട്ടപ്പോൾ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ അനുശ്രീ ടീച്ചർ അടക്കം തുള്ളിച്ചാടി കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഓണവിശേഷങ്ങൾ, ഓണക്കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.